ഹായ് നോക്കൂ, 4 പേരും മിണ്ടാതെ പിണങ്ങിയിരിക്കുകയാണ്. എന്താണ് പിണക്കമെന്നുള്ളത് ഞങ്ങളോട് ചോദിക്കരുത്, ഞങ്ങൾക്കറിയില്ല. വിരുന്നുകാരൻ പിള്ളേരോട് കളിക്കുന്നില്ല, പിള്ളേരിങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുന്നു. എന്താണ് കാരണമെന്ന് വെച്ചാൽ അറിയാൻ പറ്റുന്നില്ലല്ലോ. ഞങ്ങൾ കുറച്ച് സമയം ഇവരെ ശ്രദ്ധിക്കാതിരുന്നപ്പോഴാണ് ഈ പിണക്കത്തിനൊരു കാഴ്ച ഞങ്ങൾ നേരിട്ട് കണ്ടത് തന്നെ. ആമി കെഞ്ചി പറഞ്ഞിട്ട് പോലും സ്നേഹിക്കാത്ത വിരുന്നുകാരല്ലേ. നോക്കിയേ, അവരെ പിള്ളേരെ തള്ളി മാറ്റുന്നുണ്ടോ. വളരെ പിണക്കമാണ്. ഇവരുടെ പിണക്കം മാറ്റിയേ പറ്റൂ കേട്ടോ. നോക്കിയേ, ഒരുത്തൻ അവൻ്റെ പിറത്ത് കയറി ഇരിക്കുകയാണ്. എന്നാലും വളരെ മിണ്ടുന്നില്ല, അടിച്ചൊക്കെ വിടുന്നുണ്ടോ. എന്ത് പറ്റിയെന്നറിയില്ല, ഇതാ എഴുന്നേറ്റ് പോയി. ഇതുപോലെ ഇരിക്കാൻ വേണ്ടി ഞങ്ങളെന്ത് പാപം ചെയ്തെന്നറിയില്ല. ദയനീയ അവസ്ഥ കണ്ടാൽ പാവം തന്നെയാണ്. എന്ത് പറ്റിയെന്ന് ഞങ്ങൾക്കറിയില്ല. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുകയില്ലല്ലോ. വളരെ നേരം പോക്കാട്ട് ഈ സമയങ്ങളിൽ കളിക്കുന്ന പിള്ളേരാണ് ഇതുപോലെ ഉറക്കം തൂങ്ങിയിരിക്കുന്നല്ലേ. വിരുന്നുകാരെ രംഗത്തിറങ്ങിയെങ്കിലേ പിള്ളേരുടെ മൂഡ് മാറ്റിയെടുക്കാൻ പറ്റൂ കേട്ടോ. ചെറുക്കൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പിണക്കമൊക്കെ മാറി സ്നേഹത്തിലേക്കുള്ള കളിയൊക്കെ വന്നിട്ടുണ്ട്. നോക്കിയേ, ഇനി നല്ല ടൈം പാസ് നമുക്ക് കാണാൻ പറ്റും. ചെറുക്കനാണ് അവരുടെ താരം കേട്ടോ. പിള്ളേരെ നന്നായിട്ട് നോക്കുകയും അവരെ കൂടെ കളിക്കുകയും ചെയ്യുന്ന ചെറുക്കനാണ് താരം. ഒരുപാട് ഇഷ്ടപ്പെടുന്ന കളിയാണ് ഈ ഒരു ഓലയുടെ കീറ് കൊടുത്തു കഴിഞ്ഞാൽ. പിള്ളേരെല്ലാവരും നന്നായിട്ട് ഇപ്പോൾ കളിക്കുകയാണ്. പഴയ കളിയോടൊക്കെ വിട പറഞ്ഞുകൊണ്ട് പുതിയ പുതിയ കളികളാണ് പിള്ളേർ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനെ കടിച്ചെടുത്ത് വലിച്ചുകൊണ്ട് പോവുക, അതിനെ രണ്ടുപേർ കിടന്ന് പിടികൂടുക. 3 പേർക്കും ഓരോന്ന് കൊടുത്തു കഴിഞ്ഞാൽ കളി കാണാനൊരു രസം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു കീറാണ് കൊടുക്കുന്നത്. ആ ഒരു കീറിൽ 3 പേരും പിണങ്ങി പിണങ്ങി വലിച്ചു പിടിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. 1-2 ദിവസം കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ചെറിയ പരിപാടി അവർക്ക് കാണിച്ചു കൊടുത്തത്. അത് നല്ല ഇൻട്രസ്റ്റായിട്ട് കളിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വെളിയിലൊക്കെ ഇറങ്ങി ഇപ്പോൾ ദൂരോട്ട് ഓട്ടമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഓടി ഞങ്ങളുടെ അടുത്ത് വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈ ഓലക്കീറൊന്ന് കറക്കി കാണിക്കുമ്പോഴേ ഒരു ഓടി വരും. ഓടിച്ചിട്ട് പിടിക്കാമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ദൂരോട്ട് ഓടിക്കളയും കേട്ടോ. അതൊരു വലിയ പാടായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇത് കണ്ടുപിടിച്ചുകൊണ്ട് കറക്കി കാണിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തറയിട്ട് ഉരച്ച് കാണിച്ചാൽ ഓടി പാഞ്ഞ് ഞങ്ങളുടെ മുന്നിൽ ഓടിയെത്തും. അങ്ങനെയാണ് ഇപ്പോഴും ഞങ്ങൾക്കൊരാശ്വാസമായിട്ട് ഈ പിള്ളേരെ ഒന്ന് പിടിച്ച് നിർത്താൻ പറ്റുന്നത് തന്നെ. ഈ ഓലക്കീറിൻ്റെ കളികൾ നല്ല കളി ഞങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. പിള്ളേർക്കിപ്പോൾ 1-2 ദിവസം കൊണ്ട് ചെറിയ രീതിക്കൊക്കെ കാണിച്ചു കൊടുത്തതാണ്. അതുപോലെ തന്നെ വിരുന്നുകാരന് ഈ കളി ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. അവൻ വളരെ ദയനീയ രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനും കൂടെ കൂടുമ്പോഴാണ് നല്ല രസമുള്ള. അവനാണെങ്കിൽ പുഷ്പം കണക്ക് ഈ ഓലക്കീർ എടുത്തുകൊണ്ട് പോവുകയും ചാടി കളിക്കുകയൊക്കെ ചെയ്യും. നല്ല രസകരമായിട്ട് പിള്ളേരും കൂടെ കൂടുന്ന കളിയൊക്കെ നമുക്ക് കാണാമായിരിക്കാം ഇനി അങ്ങോട്ട് കേട്ടോ. കളിയോട് ഇഷ്ടമില്ലാതെ ചെറുക്കം മറികടന്നങ്ങ് പോയി കഴിഞ്ഞ് പിള്ളേർ പുതുമയാർന്ന കളിയോടെ ചെറുതായിട്ട് കളിച്ച് തുടങ്ങുകയാണ്. ഈ ഓലക്കീർ കൊടുത്താൽ നല്ല കളി നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾ കുറച്ച് കണ്ടതാണ്. അതിനൊരു പച്ച ഓലക്കീറിൻ്റെ കൊടുത്താലായിരിക്കും കുറച്ചുകൂടെ രസകരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓലക്കീർ കയ്യിലെടുത്തതുപോലെ കറക്കി കാണിക്കുമ്പോഴാണ് പിള്ളേർക്ക് കുറച്ച് ആവേശം കൂടുന്ന കളി കാണുന്നത് കേട്ടോ. അത് ചാടി പിടിക്കാനൊക്കെയാണ് ഇഷ്ടം. തറയിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അത്ര അങ്ങോട്ട് മൂവ്മെൻ്റായിട്ട് കളിക്കുന്നില്ല പിള്ളേർ. കയ്യിലിരുത്തി കറക്കി കാണിച്ചാൽ ഇതാ ചെറുക്കാനും എത്തിയിട്ടുണ്ട്. അവന് ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മോശമില്ലാത്ത രീതിയിൽ ഒരു വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റി പിള്ളേരുടെ ഓലക്കീറിൻ്റെ ഒരു ചെറിയ കളിയൊക്കെ. അപ്പോൾ ഞങ്ങൾ അടിക്കുമെന്നും പറഞ്ഞിട്ടൊക്കെ ഈ ചെറുക്കൻ ചെറുതായിട്ട് പേടിച്ചൊക്കെ നിൽക്കുന്നത് കേട്ടോ. ഈ കൊച്ചുങ്ങളെ കൂട്ടത്തിൽ കളിക്കുമ്പോഴേ പിള്ളേർക്ക് വളരെ പേടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓടറാന്നും പറഞ്ഞൊക്കെ ചെറിയ വിരട്ടൊക്കെ വരട്ടാറുണ്ട്. അതുകൊണ്ട് ഈ കളിക്കുന്നെങ്കിലും ഒരു ചെറിയ പേടി അവനുണ്ട്. പിള്ളേർ നല്ല ഇൻട്രസ്റ്റഡ് അല്ല അടിപൊളിയായിട്ട് കളിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. ഒരു പച്ച ഓലയുടെ കീറ് തന്നെ നമുക്ക് ഇനി കൊണ്ട് കാണിച്ച് കൊടുക്കണം. മാമിയാണ് ഈ കുസൃതികൾ മൊത്തം ഓരോരോ വെറൈറ്റി കണ്ടുപിടിച്ച് പിള്ളേർക്ക് കാണിക്കുന്നത് കേട്ടോ. അതനുസരിച്ച് പിള്ളേർ കളിച്ച് തുടങ്ങുന്നത്. സത്യം പറയാമെങ്കിൽ ഞങ്ങളെ വീട്ടിലെ ജോലി തന്നെ ഞങ്ങൾ മാറ്റി വയ്ക്കാറുണ്ട് കേട്ടോ. ഈ പിള്ളേരുടെ കളിക്ക് വേണ്ടിയിട്ടും ഞങ്ങൾ ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ടും ഞങ്ങളെ വീട്ടിലെ ചെറിയ ചെറിയ ജോലികൾ മാറ്റി വെച്ച് തന്നെ ഈ പിള്ളേരോട് ഞങ്ങൾ കളിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ കേട്ടോ. അത്രയ്ക്ക് രസകരമായിട്ടായിരിക്കും. ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ജോലി തുടങ്ങാം എന്നുള്ള തരത്തിൽ വീണ്ടും കളിക്കും. അത് 15 മിനിറ്റായി, 20 മിനിറ്റ്, അങ്ങനെ ഒരുപാട് സമയങ്ങൾ മാറിപ്പോവുകയാണ്. പിള്ളേരുടെ ചെറിയ ചെറിയ കളികൾ ഞങ്ങൾ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോൾ നിങ്ങൾ വാരി വിതറുന്ന കമൻറ്റുകൾ ഞങ്ങളെ വളരെ സന്തോഷകരമാക്കുന്നുണ്ട്. എന്താണ് പറയേണ്ടത് നിങ്ങൾക്കറിയില്ല കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കളിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങാനുള്ള ചെറിയ പരിപാടിയിട്ട് നിൽക്കുകയാണ്. ഇവിടെയാണ് അവർ സ്ഥിരമായിട്ട് ഉറങ്ങാറുള്ളത്. 2 സ്ഥലം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങളെ റൂമിനകത്താണ്. ഇവിടെയും കിടന്നുറങ്ങും. അതുപോലെ വേറൊരു സ്ഥലമുണ്ട് കേട്ടോ, അവിടെയും കൂടെ അവർ ഉറങ്ങും. നമ്മുടെ ഒരു ചെറുക്കൻ ദൂരോട്ട് മാറിയവ എപ്പോഴും കിടന്നുറങ്ങത്തോട്. അമ്മ വന്നാൽ പോരും കേട്ടോ. പാല് കുടിക്കും, എന്നിട്ട് ദൂരോട്ട് മാറിപ്പോയി കിടക്കും. ഇതാണ് ഇവിടെ സ്ഥിരം ഉറങ്ങുന്ന സ്ഥലം കേട്ടോ. ഞങ്ങൾ മാറ്റിയിട്ടില്ല.
ഇതാ നമ്മുടെ ചെറുക്കൻ കണ്ട കിടക്കുന്ന സുന്ദര കൂട്ടം കിടക്കുന്നുണ്ട് ആഹാരമൊക്കെ കഴിച്ചിട്ട്. ഇനി ഉറക്കത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. കളിയൊക്കെ ഒന്ന് വളരെ മന്ദഗതിയായിരുന്നു തോന്നുന്നല്ലേ. എന്തായിക്കോട്ടെ, ഇനി നല്ല അടിപൊളി കളിയൊക്കെ നമുക്ക് കൊണ്ടുവരാം പിള്ളേരുടേത്. പിള്ളേർ വളർന്നു വന്നുകൊണ്ടിരിക്കുകയല്ലേ, സുന്ദര കുട്ടന്മാരാണ് കേട്ടോ. ഞങ്ങൾക്ക് കിട്ടിയ 3 സുന്ദരി മുത്തുകളാണ്. ഞങ്ങളുടെ വീട്ടിൻ്റെ സന്തോഷം തന്നെ, ഐശ്വര്യം തന്നെ ഞങ്ങൾക്ക് ഇവരൊക്കെയാണ് കേട്ടോ. ഇതുപോലെ ഒത്തിരി സ്നേഹം പങ്കിട്ടാണ് എന്നും പിള്ളേർ 3 പേര് ഉറങ്ങാറുള്ളത്. നമ്മുടെ ചെറുക്കൻ എന്താ കണ്ണൊക്കെ തുറന്ന് നോക്കുന്നുണ്ട്. അവനാണെങ്കിൽ നല്ല ഉറക്കം കിട്ടിയിട്ടുണ്ട്. മറ്റേ 2 പേരും ഉറങ്ങാനുള്ള പരിപാടിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അവരെ സന്തോഷമായിട്ടുള്ള സ്നേഹമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഉറങ്ങാനുള്ളൊരു ചെറിയ പരിപാടി. അതാ കണ്ണൊക്കെ മയങ്ങി വരികയാണ് കേട്ടോ. മങ്ങി മങ്ങി വരുന്നുണ്ടോ? ഈ ലൈറ്റിൻ്റെ വെട്ടം കണ്ടാണ് കണ്ണീർ നോക്കുന്നത്. അയ്യോ, കോട്ടുമൊക്കെ അടിച്ച് വിടുകയാണ്. അപ്പോൾ ഇനി എന്തായാലും നല്ലൊരു ഉറക്കം പിള്ളേർ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു 1-1.5-2 മണിക്കൂർ ആരും ശല്യം ചെയ്തില്ലെങ്കിൽ അവർ നല്ല ടൈം എടുത്ത് ഉറങ്ങും കേട്ടോ. നമ്മുടെ സുന്ദരനാണെങ്കിൽ ആ മൂക്കിൻ്റെ കറുപ്പൊക്കെ ഉണ്ടോ, അടിപൊളിയാണ് അവനെ കാണാൻ. അങ്ങനെ കുഞ്ഞുങ്ങളെല്ലാം ഉറങ്ങണോ വേണ്ടയോ എന്നൊക്കെ പല പല ചിന്തകളിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടക്കുകയാണ്. നമ്മളൊക്കെ കിടന്നുറങ്ങുമ്പോഴിങ്ങനല്ലേ കിടക്കുന്നതിന് മുമ്പ് ഒരു കുറേ ആലോചന. അതുപോലെ പിള്ളേർ ഉറങ്ങാനുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരും. പിള്ളേർ നല്ല ഉറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പ് ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ ബൈ. അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണാം.